ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ തുടങ്ങിയവയെക്കുറിച്ചും നന്നായി മനസ്സിലാക്കി. രണ്ടാമത്തെ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്ന കുറച്ച് വീഡിയോസ് ഇന്നു മുതൽ അയക്കുകയാണ്. പരീക്ഷയ്ക്കായി അതോടൊപ്പം തയ്യാറാകുക. ഇത് കഴിയുന്ന ഉടനെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പരീക്ഷ ഉണ്ടായിരിക്കും. നമ്മൾ വിന്യാസം എഴുതുമ്പോൾ, കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഏറ്റവും പുറമേ വരുന്ന ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം അല്ലെങ്കിൽ ഒക്റ്ററ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. ഏറ്റവും പുറമേ കിടക്കുന്ന ഷെല്ലിൽ ഏതാണോ അവിടെ 8 ഇലക്ട്രോൺസ് ആയിരിക്കുക എന്നതാണ് ഒരു ആറ്റത്തിൻ്റെ സ്ഥിരതയുടെ അടിസ്ഥാനം. ഇവിടെ നോക്കൂ, മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 2. ബാഹ്യതമ ഷെൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ മഗ്നീഷ്യത്തിന് സ്ഥിരതയില്ല. ഇനി ഓക്സിജൻ 8 അറ്റോമിക് നമ്പർ, 2, 6. ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ. അവിടെയും ഓക്സിജനും സ്ഥിരതയില്ല. അതേസമയം പട്ടിക 2, 1 നോക്കൂ. അവിടെയുള്ളത് ഉത്കൃഷ്ടവാതകങ്ങളാണ്, നോബിൾ ഗ്യാസസ് ആണ്. നോബിൾ ഗ്യാസസിന് എല്ലാത്തിനും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം അവ ജന്മന അല്ലെങ്കിൽ ഇൻബോണായിട്ട് തന്നെ സ്ഥിരതയുള്ള മൂലകങ്ങളാണ്. ഹീലിയത്തിന് അറ്റോമിക് നമ്പർ 2 അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം 2 ഉള്ളൂ. കെ ഷെല്ല് മാത്രമേ ഉള്ളൂ, അതിൽ പൂർണ്ണമായും നിറഞ്ഞ് 2 ഇലക്ട്രോണുകളുണ്ട്. അതുകൊണ്ട് അവയ്ക്ക് സ്ഥിരതയുണ്ട്, 8 ഇലക്ട്രോൺ വേണമെന്നില്ല. അങ്ങനെയുള്ള ഇലക്ട്രോൺ വിന്യാസത്തെ ഡ്യൂപ്ലറ്റ് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. ഹീലിയത്തിൻ്റെ കാര്യത്തിൽ ഡ്യൂപ്ലറ്റ് കോൺഫിഗറേഷനും സ്ഥിരതയുള്ളതാണ്. സാധാരണ രീതിയിൽ ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. കാരണം അവയ്ക്ക് ഓൾറെഡി സ്ഥിരതയുണ്ട്, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ മറ്റ് ആറ്റങ്ങൾ സ്ഥിരതയ്ക്ക് വേണ്ടി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറും, കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. അതിനെക്കുറിച്ചാണ്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മലയാളം മീഡിയം കുട്ടികൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഞാനിപ്പോൾ പറയുന്ന പാഠഭാഗം എടുത്തു വെച്ച് വേണം ഈ വീഡിയോ കാണാൻ. ആറ്റങ്ങൾ സ്ഥിരത നേടുന്നതിനു വേണ്ടി രാസബന്ധനത്തിൽ ഏർപ്പെടും, കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. എന്നിട്ട് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണായി മാറും. അപ്പോൾ 8 ഇലക്ട്രോണായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എത്ര തരം കെമിക്കൽ ബോണ്ടിങ് ഉണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പിന്നാലെ പറയാൻ പോകുന്നത്. ആറ്റങ്ങൾ പരസ്പരം ആകർഷിക്കപ്പെട്ട് ചേർന്ന് നിന്ന് സംയുക്തങ്ങളായി മാറുന്ന ആ പ്രത്യേകതയാണ് രാസബന്ധനം എന്ന് പറയുന്നത്. The attractive force that holds together atoms in a molecule is called chemical bonding. ആദ്യത്തെ കെമിക്കൽ ബോണ്ടിങ് അയോണിക് ബോണ്ടിങ് ആണ്. അയോൺ, ION അല്ലെങ്കിൽ അയോണുകൾ എന്ന് പറഞ്ഞാൽ ചാർജുള്ള, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ആറ്റങ്ങളെയാണ് അയോണുകൾ അല്ലെങ്കിൽ അയോൺസ് എന്ന് പറയുന്നത്. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക ബന്ധനം വഴി ഉണ്ടായ സംയുക്തമാണ്. അയോണിക് ബോണ്ടിങ് വഴി ഫോം ചെയ്ത ഒരു കോമ്പൗണ്ടാണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ടേബിൾ സോൾട്ട്, വീട്ടിലുപയോഗിക്കുന്ന ഉപ്പ്. NaCl, Na ഈസ് സോഡിയം, Cl ഈസ് ക്ലോറിൻ. അതെങ്ങനെയാണ് രാസബന്ധനം, കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെയാണ് ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ചിത്രവും താഴെ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രവും എഴുതി വരച്ച് പഠിക്കുക. കാരണം വരയ്ക്കാനായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ NaCl ഉണ്ടാകുന്ന വിധം, അതൊരു അയോണിക് കോമ്പൗണ്ടാണ്, അയോണിക സംയുക്തമാണ്, അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അത് ഉണ്ടാകുന്ന വിധം ചിത്രത്തിൻ്റെ സഹായത്തോടെ വരച്ച് വേണം നിങ്ങൾ പഠിക്കാൻ.
അതാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, സോഡിയം അറ്റോമിക് നമ്പർ 11 2 8 1 അത് വരച്ചിട്ടുണ്ട്. ബോർ ആറ്റം മോഡലാണ് വരച്ചിരിക്കുന്നത്. ഇത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം അല്ല, ഇത് ബോർ ആറ്റം മോഡൽ. അതിൽ കാണിച്ചിരിക്കുന്ന ബന്ധനമാണ് എങ്ങനെയാണെന്ന് ബോർ ആറ്റം മോഡൽ വഴി കാണിച്ചിരിക്കുന്നു. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാണിക്കുന്നതാണ്. അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബോർ ആറ്റം മോഡലാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ സോഡിയം 2 8 1 പ്ലസ് ക്ലോറിനുമായി ചേരുന്നു 2 8 7. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ക്ലോറിന് ഭാഗിതമ ഷെല്ലിൽ 7 ഇലക്ട്രോണും സോഡിയത്തിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണുമാണ് ഉള്ളത്. നമുക്കിവിടെ നോക്കൂ, സോഡിയം ഭാഗിതമ ഷെല്ലിലുള്ള 1 ഇലക്ട്രോണിനെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ 2 8 എന്ന കോൺഫിഗറേഷനിലാകും. ക്ലോറിൻ ആ സോഡിയം കളഞ്ഞ ഇലക്ട്രോണിനെ വാങ്ങിക്കഴിഞ്ഞാൽ 2 8 8 എന്നുള്ള നിലയിലാകും. അപ്പോൾ സോഡിയത്തിനും ഭാഗിതമ ഷെല്ലിൽ 8 ക്ലോറിനും ഭാഗിതമ ഷെല്ലിൽ 8. അപ്പോൾ ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഹെൽപ്പ് ചെയ്യും. സോഡിയം 1 ഇലക്ട്രോണിനെ കളയുന്നു, ആ ഇലക്ട്രോണിനെ ക്ലോറിൻ ചാടിപ്പിടിച്ച് വാങ്ങിക്കുന്നു. അപ്പോൾ 2 പേർക്കും ഭാഗിതമ ഷെല്ലിൽ 8 ഇലക്ട്രോണായി. 2 പേരും ഭാഗിതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാണാതെ പഠിച്ചാലും മതി. ഒരു ആറ്റം ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടാൽ പോസിറ്റീവ് ചാർജ് ആവുകയും ലഭിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആവുകയും ചെയ്യും. അത് മനസ്സിലാക്കാനായിട്ട് നമുക്കിവിടെ പട്ടികകളൊക്കെ ഉണ്ട്. അതൊന്നും ടീച്ചർ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുന്നില്ല. നിങ്ങളൊന്ന് കാണാതെ പഠിച്ചാലും മതി. ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ആറ്റം പോസിറ്റീവ് ചാർജ്, വാങ്ങിക്കഴിഞ്ഞാൽ ആ ആറ്റം നെഗറ്റീവ് ചാർജ്. ഇവിടെ സോഡിയം 1 ഇലക്ട്രോണിനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സോഡിയത്തിൻ്റെ 1 ഇലക്ട്രോൺ പോയ ബോർ മോഡൽ വരച്ചിട്ട് ബ്രാക്കറ്റ് ഇട്ട് മുകളിൽ പ്ലസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം +1 എന്നാണ്. 1 ഇലക്ട്രോൺ പോയി എന്നാണ് അർത്ഥം. ആ ഇലക്ട്രോൺ പോയപ്പോൾ ഇലക്ട്രോൺ വിന്യാസം 2 8 അത് താഴെ എഴുതിയിരിക്കുന്നു. ഇനി ക്ലോറിൻ ആ ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് മൈനസ് ചാർജ്, നെഗറ്റീവ് ചാർജായി മാറിയിരിക്കുന്നു. അതാണ് ബ്രാക്കറ്റ് ഇട്ട് നെഗറ്റീവ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം -1 തന്നെയാണ്. നമ്മൾ അങ്ങനെ 1 എന്നുള്ളൊരു നമ്പർ കെമിസ്ട്രിയുടെ ഒന്നിലും രാസസൂത്രങ്ങളിലോ കെമിക്കൽ ഫോമുലകളിലോ ഒന്നും കാണിക്കാറില്ല. അതുകൊണ്ട് നെഗറ്റീവ് എന്ന് മാത്രം കാണിച്ചിരിക്കുന്നു. താഴെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 ആയി. അപ്പോൾ 2 പേരും അഷ്ടകം അല്ലെങ്കിൽ ഒക്ടറ്റ് പൂർത്തിയാക്കി. ഇനി ഇവരെങ്ങനെയാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, പോസിറ്റീവായിട്ടുള്ള സോഡിയവും നെഗറ്റീവായിട്ടുള്ള ക്ലോറിനും പരസ്പരം അട്രാക്റ്റ് ചെയ്യും. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്സ് ഈച്ച് അതർ. വിപരീത ചാർജുകൾ പരസ്പരം ആകർഷിക്കുന്നു. അങ്ങനെ ആകർഷിക്കപ്പെട്ട് ഒരു ബോണ്ട് വഴി അവർ രണ്ടുപേരും കൂടെ ഷേക്ക് ഹാൻഡ് കൊടുത്ത് നിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഒരു ബോണ്ട് ഉണ്ടാക്കി NaCl ആയി മാറുന്നു. ഈ ചിത്രം നിങ്ങൾ വരച്ച് പഠിക്കുക. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. നമ്മൾ പക്ഷെ ബോറാറ്റം മോഡൽ വരച്ച് ഈ ചിത്രീകരണം കാണിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഡോട്ട് ഡയഗ്രത്തിൽ സിമ്പൽ എഴുതിയിട്ട്, പ്രതീകം എഴുതിയിട്ട് ഭാഗിതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം മാത്രം ഡോട്ടായിട്ട് കാണിക്കണം. ഇപ്പോൾ സോഡിയം 2 8 1 ഭാഗിതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, അതാണ് NAയുടെ മുകളിൽ ഒരു ഡോട്ട് മാത്രം വരച്ചിരിക്കുന്നത്. ക്ലോറിൻ 2 8 7. അപ്പോൾ ആ 7 ഇലക്ട്രോണിനെ മാത്രമാണ് ക്ലോറിൻ്റെ ചുറ്റും കാണിച്ചിരിക്കുന്നത്. സോഡിയം 1 ഇലക്ട്രോണിനെ കൊടുത്ത് 2 8 അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് പോസിറ്റീവ് എന്ന് കാണിച്ചു. അവിടെ ഒരു ഡോട്ടും കാണിക്കാത്തത് ഉണ്ടായിരുന്ന ഒരു ഡോട്ടിനെ ക്ലോറിന് കൊടുത്തത് കൊണ്ടാണ്. ഇനി ക്ലോറിൻ 7 എന്ന് പറയുന്നത് 8 ഡോട്ടാക്കി വരച്ചിട്ട് ബ്രാക്കറ്റ് ഇട്ട് 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചപ്പോൾ നെഗറ്റീവ് ചാർജായി എന്ന് കാണിച്ചിരിക്കുന്നു. ഇനി ഇവ രണ്ടും കൂടെ ഓപ്പോസിറ്റ് ചാർജാണ് അട്രാക്റ്റ് ചെയ്യപ്പെട്ട് NaCl എന്നും പറഞ്ഞ് അടുത്തടുത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലസ് ഇട്ടിട്ടില്ലല്ലോ, അതിനർത്ഥം NaCl എന്നർത്ഥം. ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാമാണ് പ്രധാനപ്പെട്ടത്. ഇത് നിങ്ങൾ വരച്ച് പഠിക്കുക. അറ്റോമിക് നമ്പർ ക്വസ്റ്റ്യനിൽ തരും. ആ ടേബിളിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ. ഇലക്ട്രോൺ വിട്ടുകൊടുത്ത ആറ്റം ഏത്? ഇലക്ട്രോൺ വിട്ടുകൊടുത്ത ആറ്റം സോഡിയം. അവിടെ എഴുതി വെക്കണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ. ഇലക്ട്രോൺ സ്വീകരിച്ച ആറ്റം ഏത്? ക്ലോറിൻ. ആറ്റങ്ങൾക്ക് ചാർജ് ലഭിച്ചു കഴിഞ്ഞാൽ അവ ഏത് പേരിൽ അറിയപ്പെടും? അയോൺസ്, അയോണുകൾ.
ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. ഞാൻ മലയാളം കാണിക്കാത്തത് കൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത്. ഇനി നമ്മൾക്ക് സോഡിയം ക്ലോറൈഡ് ഫോമേഷനുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോൺ എക്സ്ചേഞ്ച് നടക്കുന്നതിൻ്റെ, ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിൻ്റെ ഇക്വേഷൻ, സമവാക്യം എങ്ങനെ എഴുതുമെന്ന് നോക്കാം. Na എന്ന ആരാറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ Na+ ആയി മാറുന്നു. താഴെ എഴുതിയിരിക്കുന്ന നോക്കൂ. Na gives Na +1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ കൊടുത്തു എന്നുള്ളതാണ് +1 ഇലക്ട്രോൺ എന്ന് ആരോ കഴിഞ്ഞ് എഴുതുന്നതിൻ്റെ അർത്ഥം. ഇനി ക്ലോറിൻ എന്താ ചെയ്തത്? ആ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു. Cl +1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചത് കൊണ്ടാണ് Cl- ആയി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് Cl +1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ഈ ഇക്വേഷൻ സമവാക്യങ്ങളും നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ അയോണിക ബന്ധനത്തിന് ഒരു നിർവചനം പറയാം. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഇവിടെ വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കപ്പെടുന്നു. ആ വൈദ്യുതാകർഷണ ബലമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. അയോണിക് ബോണ്ട് ഇസ് എ കെമിക്കൽ ബോണ്ട്. ആറ്റംസിനിടയിലുള്ളൊരു ബോണ്ടാണ്. ഫോം ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇലക്ട്രോൺ കൊടുക്കുന്നു, ഒരാൾ വാങ്ങുന്നു. ഇൻ എൻ അയോണിക് ബോണ്ട് ദ അയോൺസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്. ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ മൂലമാണ് ഇവ തമ്മിൽ ഇങ്ങനെ ചേർന്ന് നിന്ന് ബോണ്ടായി മാറുന്നത്. അതുകൊണ്ടാണ് അതിനെ അയോണിക് ബോണ്ട്, അയോൺസിനിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത്. മഗ്നീഷ്യവും ഓക്സിജനും കൂടെ ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം നോക്കൂ. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. കോൺഫിഗറേഷൻ 282. താഴെ വരച്ച് നമ്മളിങ്ങനെ ബ്രാക്കറ്റിൽ എഴുതണം. ഓക്സിജൻ 26, അറ്റോമിക് നമ്പർ 8 ആയതുകൊണ്ടാണ് 26. ഡോട്ട് വരച്ചിരിക്കുന്നത് മഗ്നീഷ്യത്തിൻ്റെത് 2 മാത്രമാണ്. ഔട്ടർ മോസ്റ്റിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്സിജന് 6 വരച്ചിട്ടുണ്ട്. ഇവ തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ ഈ മഗ്നീഷ്യത്തിന് ഈ ഔട്ടർ മോസ്റ്റ് ഷെൽ, ഭാഗിതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ 28 ആകുമല്ലോ. അപ്പോൾ L ആകും ഔട്ടർ മോസ്റ്റ് ഷെൽ, ഭാഗിതമ ഷെൽ. അവിടെ 8 ഇലക്ട്രോൺ ഉണ്ടായി അഷ്ടകം പൂർത്തിയാകും. അപ്പോൾ 2 ഇലക്ട്രോണിനെ അതിന് വേണ്ട, കളയണം. ഓക്സിജൻ ആണെങ്കിൽ 26 ആണ്. 2 ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ 28 ആയിട്ട് മാറി അതിനും ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ കൊടുത്തു. അതാണ് Mg2+ എന്ന് മുകളിൽ എഴുതിയിരിക്കുന്നത്. 2 ഇലക്ട്രോൺ കൊടുത്തു, 2+. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഭാഗിതമ ഷെല്ലിൽ 8 ഇലക്ട്രോണായി മാറി, 2-. അപ്പോൾ താഴെ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. മഗ്നീഷ്യം 2 ഇലക്ട്രോൺ കളഞ്ഞപ്പോൾ 28 ആയി. ഓക്സിജൻ 2 ഇലക്ട്രോൺ കിട്ടിയപ്പോൾ 28 ആയി. 2 പേർക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷേ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ കളഞ്ഞിട്ടാണ് അങ്ങനെ ആയത്. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് 2+. ഇലക്ട്രോൺ ഡോട്ടൊന്നും വരച്ചിട്ടില്ല, കാരണം ഉള്ള ഡോട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞു. ഓക്സിജൻ ആ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ഭാഗിതമ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണായി. അതാണ് 2-. അപ്പോൾ 2+ഉം 2-ഉം തമ്മിൽ അട്രാക്ട് ചെയ്ത് MgO, മഗ്നീഷ്യം ഓക്സൈഡായി നിൽക്കുന്നു. ഇനി ഇതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ എഴുതണം. നിങ്ങൾ എഴുതി എനിക്ക് അയച്ചു തരണം. സോഡിയം ഓക്സൈഡ് Na2O, അതാണ് അതിൻ്റെ കെമിക്കൽ ഫോമുല. അത് എഴുതേണ്ട വിധം രാസസൂത്രം Na2O എന്നാണ്. 2 സോഡിയവും 1 ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഓക്സിജൻ നടുക്ക് എഴുതുക, Na 2 അപ്പുറത്തും ഇപ്പുറത്തും എഴുതുക. Na പുറത്ത് 1 ഇലക്ട്രോൺ ഉണ്ട്. ഓക്സിജൻ്റെ ഭാഗിതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അടുത്ത Na പുറത്തും ഭാഗിതമ ഷെല്ലിലും 1 ഇലക്ട്രോൺ ഉണ്ട്. ഇത് ആറ്റോമിക് നമ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് എഴുതാം. അവിടെ താഴെ അതിൻ്റെ എല്ലാം കോൺഫിഗറേഷൻ എഴുതണം. സോഡിയത്തിൻ്റെ താഴെ 281, ഓക്സിജൻ്റെ അവിടെ 26, അടുത്ത സോഡിയത്തിൻ്റെ അവിടെയും 281. ഇവിടെ എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. നടുക്ക് കിടക്കുന്ന ഓക്സിജന് 2 ഇലക്ട്രോൺ കൂടി വേണം, എന്നാലേ 8 ആകുള്ളൂ. സോഡിയത്തിനാണെങ്കിൽ പുറത്തുള്ള ഒരെണ്ണത്തിന് അങ്ങ് കളഞ്ഞാൽ മതി. ആദ്യത്തെ സോഡിയവും ഒരെണ്ണത്തിന് കളയും, രണ്ടാമത്തെ സോഡിയവും ഒരെണ്ണത്തിന് കളയും. ഈ 2 പേരും കളഞ്ഞ 2 ഇലക്ട്രോണിനെയും ഓക്സിജൻ അങ്ങ് മേടിക്കും. അപ്പോൾ നോക്കൂ എങ്ങനെ വരുമെന്ന്. സോഡിയം 1 ഇലക്ട്രോണിനെ കളഞ്ഞു, Na+. ഇപ്പോൾ 2-8 ആയിട്ട് മാറി. താഴെ എഴുതണം കേട്ടോ. അത് 1 ഇലക്ട്രോൺ പോയതുകൊണ്ട് പ്ലസ് എന്ന് മുകളിൽ എഴുതി.
ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന സോഡിയം നോക്കൂ, അതും ഒരു ഇലക്ട്രോണിനെ കളയും. അപ്പോൾ അവിടെയും താഴെ 2 8 എന്ന് എഴുതണം, അതും മുകളിൽ പ്ലസ് എന്ന് എഴുതണം, ഒരു ഇലക്ട്രോൺ പോയതുകൊണ്ട്. ഇവർ രണ്ടുപേരും കളഞ്ഞ ഓരോരോ ഇലക്ട്രോണിനെ ഓക്സിജൻ മേടിച്ച് അകത്തേക്ക് വെച്ചു കണ്ടോ. അപ്പോൾ ഓക്സിജൻ 8 താഴെ 2 8 എന്ന് എഴുതണം. 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും കൊടുത്തോട്ടെ, പക്ഷെ ഈ ഓക്സിജൻ 2 ആകെ സ്വീകരിച്ചത്, അതുകൊണ്ട് 2- എന്ന് എഴുതി. ഇങ്ങനെയാണ് Na2Oയുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാംസ് നോട്ട്ബുക്കിൽ വരയ്ക്കുക. 3 കോമ്പൗണ്ട്സിൻ്റെയും 3 സംയുക്തങ്ങളുടെയും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരച്ച് എനിക്ക് അയച്ചു തരണം. അതുകൂടാതെ 2 ഹോംവർക്ക് കൂടെ ഞാൻ തരുന്നുണ്ട്, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇതെല്ലാം എനിക്ക് അയച്ചു തരിക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഉത്തരങ്ങൾ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അടുത്ത ദിവസം സഹസംയോജക ബന്ധനം അഥവാ കോവാലൻ ബോണ്ടിങ്ങിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അയോണിക് ബോണ്ടിങ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചറിനെ വിളിക്കുക. വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.